ശബരിമല കൊള്ളക്കേസിലെ പ്രതിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ സിപിഎം പുറത്താക്കിയേക്കുമെന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. നിർണായക ജില്ലാ സെക്രട്ടേറിയറ്റ് തിങ്കളാഴ്ച ചേരും. തെറ്റ് ചെയ്തിട്ടില്ലെന്നാണ് പത്മകുമാർ പാർട്ടിക്ക് നൽകിയ വിശദീകരണം. ശശിനാരായണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശശിനാരായണൻ, കഴിഞ്ഞ ദിവസമായിരുന്നു പാർട്ടി വിശദീകരണം ചോദിച്ച് പത്മകുമാറിന് നോട്ടീസ് അയച്ചിരുന്നത്. ഇപ്പോഴിതാ പാർട്ടി പുറത്താക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അനുശ്രീ, കടുത്ത നടപടികൾ ഒരുപക്ഷെ സ്വർണ്ണക്കൊള്ളക്കേസിൽ പത്മകുമാറിനെതിരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജില്ലാ സെക്രട്ടേറിയറ്റ് 16-ാം തീയതി ചേരുമ്പോഴാണ് ഒരുപക്ഷെ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കുക. എന്തായാലും പുറത്താക്കൽ ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് ഉണ്ടാകുമെന്നാണ് സൂചന ഉള്ളത്. കഴിഞ്ഞ ദിവസമാണ് ജില്ലാ കമ്മിറ്റി പത്മകുമാറിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. കത്തയച്ചത് തപാൽ മുഖേനയാണ് കത്തയച്ചിട്ടുള്ളത്. എന്തായാലും ആ കത്ത് കിട്ടിയതിനു ശേഷമാണ് ഒരു പ്രത്യേക ദൂതൻ മുഖേനയാണ് പത്മകുമാർ ഇതിനൊരു മറുപടി നൽകിയിട്ടുള്ളത്, വിശദീകരണം നൽകിയിട്ടുള്ളത്. അത് പ്രധാനമായും പാർട്ടിക്ക് അവമതിപ്പ് താൻ ഉണ്ടാക്കിയിട്ടില്ല, പാർട്ടിക്ക് ദോഷമുണ്ടാക്കിയിട്ടില്ല, ഈ സ്വർണ്ണക്കൊള്ളക്കേസിൽ താൻ തെറ്റ് ചെയ്തിട്ടില്ല, താൻ നിരപരാധിയാണ്, വീട്ടിൽ ഇത് സംബന്ധിച്ചുള്ള തെളിവെടുപ്പുകൾ SIT നടത്തിയാലും ഒന്നും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല, പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ചിത്രങ്ങളൊന്നും തന്നെ ഇതുവരെ SITക്ക് താനുമായുള്ള ഒന്നും കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. അത്തരത്തിൽ താൻ നിരപരാധിയാണ്, കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ പ്രധാനമായും ഈ വിശദീകരണത്തിൽ നൽകിയിട്ടുള്ളതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ 16-ാം തീയതി തിങ്കളാഴ്ച ജില്ലാ സെക്രട്ടേറിയറ്റിൽ കടുത്ത നടപടി ഇതുമായി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് പ്രധാനമായും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട പത്മകുമാറിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടായി എന്നുള്ളതാണ് സൂചന. അത് ജില്ലാ കമ്മിറ്റിയിലും ജില്ലാ സെക്രട്ടേറിയറ്റും ഇത് സംബന്ധിച്ച് കഴിഞ്ഞ കമ്മിറ്റിയിൽ ഉണ്ടായിട്ടുണ്ട്. ആ വിലയിരുത്തലുകൾ, അതായത് പ്രത്യേകമായ തിരിച്ചടി ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായത് യു.ഡി.എഫും BJPയും അടക്കം ഈ സ്വർണ്ണക്കൊള്ള കേസ് പ്രചരണ ആയുധമായി ഉപയോഗിക്കുകയും ചെയ്തു. അത് പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാക്കി എന്നുള്ള കാര്യമാണ് പ്രധാനമായും പറയുന്നത്. അതിനു പുറമെ പലപ്പോഴും ഒരു ചോദ്യം ഉന്നയിച്ചു, ഇത്തരത്തിലുള്ള ജില്ലാ കമ്മിറ്റി പാർട്ടിയിൽ ഈ ഇത്തരം സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതിയായ ഈ പത്മകുമാറിനെ പുറത്താക്കുന്നത് എന്തുകൊണ്ടാണെന്ന മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾ പോലും സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മറുപടി നൽകിയത് കുറ്റപത്രം ലഭിച്ചെങ്കിൽ മാത്രമേ ഒരു പ്രതിയായി എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുള്ളൂ, പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് പത്മകുമാറിനെ പാർട്ടി പുറത്താക്കാതിരിക്കുന്നത്. അത് കൃത്യമായ നടപടികൾ അതിനുശേഷമായിരിക്കും ഉണ്ടാകും എന്നുള്ളതാണ് ഗോവിന്ദൻ മാഷ് ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കിയത്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ കടുത്ത നടപടി ഉണ്ടാവുമെന്നുള്ള സൂചന വന്നിരിക്കുന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഈ പത്മകുമാറിന്റെ വിഷയം തിരിച്ചടിയാകുമെന്നുള്ള സൂചന ഒരു പാർട്ടിക്കുണ്ട്. അത്തരം വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിനെതിരെ നടപടി ഉണ്ടാകാൻ സാധ്യതയില്ല. കഴിഞ്ഞ ദിവസം തന്നെ ജില്ലാ കമ്മിറ്റിയിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും ഈ പത്മകുമാറിനെ പുറത്താക്കുകയും ചെയ്തു. അത്തരത്തിൽ കടുത്ത നടപടിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. 16-ാം തീയതി നടക്കുന്ന ജില്ലാ സെക്രട്ടറിയിലായിരിക്കും ഇത്തരം ഒരു നടപടി ഉണ്ടാകുക എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്.